നേരത്തെ ഭാരത് ജോഡോ യാത്ര പോലെ തന്നെയാണ് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള രാഷ്ട്രീയമുള്ളവർ മാത്രമല്ല രാഷ്ട്രീയമില്ലാത്തവരെയും എല്ലാവരും വിളിക്കും. അത് ഒരു ക്ഷേത്ര നിർമ്മാണമല്ലേ, അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഈ നിങ്ങളുടെ സത്യത്തിൽ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിനൊക്കെ മൊത്തം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമമല്ലേ. കെണിയൊന്നും നടക്കാൻ പോണില്ല. ഞങ്ങളങ്ങനെ പെടുത്താൻ അങ്ങനെ BJPക്ക് പറ്റുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകൾ എല്ലാ കാര്യത്തിലും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പാർട്ടിയുടെ ജന്മദിനമാണ്, 139ാമത് ജന്മദിനം. അതിൻ്റെ ഭാഗമായിട്ടാണ് നാഗ്പൂരിൽ 10 ലക്ഷത്തോളം വരുന്ന പാർട്ടി പ്രവർത്തകരുടെ വൻ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ തുടക്കം കൂടിയാണ്. വരും ദിവസങ്ങളിൽ പിന്നെ 14-ാം തീയതി മുതൽ ഭാരത് ന്യായ് യാത്ര ആരംഭിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധ്യക്ഷൻ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ പ്രവർത്തക കൺവെൻഷൻ ഈ ജനുവരി മാസം 5 മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരെയും വിളിക്കും. ഇത് നേരത്തെ ഭാരത് ജോഡോ യാത്ര പോലെ തന്നെയാണ്. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള രാഷ്ട്രീയമുള്ളവർ മാത്രമല്ല രാഷ്ട്രീയമില്ലാത്തവരെയും എല്ലാവരും വിളിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാവരും വിളിക്കും. പക്ഷേ അവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഈ ജാഥയുടെ ആശയം തന്നെയാണെന്നുള്ളതുകൊണ്ട് വിളിക്കും. രാഷ്ട്രീയത്തിന് പുറത്തുള്ളവരെയും ഈ ജാഥയിൽ പങ്കെടുക്കാനായി ക്ഷണിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ഔദ്യോഗികമായി കോൺഗ്രസ് തുടക്കമിടുന്ന സമയത്ത് തന്നെ ഈ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കോൺഗ്രസിന് മേലോട് അതൊക്കെ ഡിസ്ട്രാക്ഷൻ തന്ത്രങ്ങളല്ലേ. അത് ഒരു ക്ഷേത്ര നിർമ്മാണമല്ലേ, അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഈ നിങ്ങളുടെ സത്യത്തിൽ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിനൊക്കെ മൊത്തം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമമല്ലേ. ഈ KPCC അധ്യക്ഷൻ K. സുധാകരൻ കേരളത്തിൽ നടത്തിയ പ്രതികരണം ഇതിൽ അഖിലേന്ത്യാ നേതൃത്വമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് KPCCയോട് അല്ലാതെ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം KPCC പ്രസിഡന്റോട് ചോദിക്കണം കേട്ടോ. BJPയുടെ കെണിയാണോ ഇത്? BJPയുടെ ഒരു കെണിയാണോ ഇത്? കെണിയൊന്നും നടക്കാൻ പോണില്ല. ഒരു മിനിറ്റ്, കെണിയൊന്നും നടക്കാൻ പോണില്ലെന്ന്. BJPയുടെ ഒരു അതായത് കോൺഗ്രസിനെ കൂടെ പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ ഞങ്ങളങ്ങനെ പെടുത്താൻ അങ്ങനെ BJPക്ക് പറ്റുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. നിങ്ങൾ ഈ പ്രശ്നം നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിലെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്നതിനോട് പാർട്ടിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല.